പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ സാധാരണഗതിയിൽ ഒരിക്കലും എന്നെക്കുറിച്ചിട്ട് പറയാറില്ല. അതൊരു സ്വയം പുകഴ്ത്തലാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഉദാഹരണത്തിന്, ഈ സർക്കാർ അധികാരത്തിൽ വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ നടത്തിയ സമരം എന്തായിരുന്നു എന്നെനിക്കറിയാം. അത് ഈ സർക്കാർ വരുന്നതിൽ എത്ര പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ എനിക്കറിയാം. പക്ഷേ എൻ്റെ സമര പോരാട്ടങ്ങളെക്കുറിച്ച് ഞാൻ വിശദമായി സംസാരിക്കുമ്പോൾ അതൊരു സ്വയം പുകഴ്ത്തലായി എൻ്റെ പ്രേക്ഷകർ കരുതുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയാതിരുന്നത്. അത് പറയണം എന്ന് എൻ്റെ ചില സുഹൃത്തുക്കൾ എന്നോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഞാനത് വേണ്ടാന്ന് വെച്ചു. കാരണം ഞാൻ നടത്തിയ പോരാട്ടത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ ബോധ്യങ്ങൾ അങ്ങനെ നിൽക്കട്ടെ, അല്ലാതെ അത് പറഞ്ഞവരെ ഓർമ്മിപ്പിച്ച് ഞാനെന്തോ വലിയ പങ്ക് വഹിച്ചു എന്ന് വരുത്തണം എന്നുള്ളൊരാഗ്രഹം എനിക്കില്ലായിരുന്നുകൊണ്ട് ഞാനതിലേക്ക് പോയില്ല. പക്ഷേ സുഹൃത്തുക്കളെ, ഇന്നത്തെ ദിവസം എനിക്ക് വളരെ അഭിമാനം തോന്നുന്ന ഒരു ദിവസമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. ഇന്ന് നടന്ന ഒരു സംഭവ വികാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ഞാൻ ചെയ്ത പ്രവർത്തനം എൻ്റെ പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കാതിരിക്കാൻ വയ്യ. അതൊരു സ്വയം പുകഴ്ത്തലായി എടുക്കരുത് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാൻ. സുഹൃത്തുക്കളെ, ഞാനൊരു കഴിഞ്ഞ 3-4 വർഷക്കാലമായി ഏറ്റെടുത്ത് നടത്തിയ പോരാട്ടങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാട്ടം സംബന്ധിച്ച് ആ പോരാട്ടം സാർത്ഥകമായി എന്ന് തെളിയിക്കുന്ന സംഭവവികാസങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന CPM നേതാവ്, കേരളത്തിൻ്റെ CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം, കേരളത്തിൻ്റെ പുതിയ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ വഹിക്കുന്ന വിജയൻ എന്ന് ഞാൻ വിളിക്കുന്ന പിണറായി വിജയൻ്റെ വീടുകളുമായി ബന്ധപ്പെട്ട് അയാളുടെ മകൾ നടത്തിയ ഒരു കൊടിയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നൊരു വമ്പൻ റെയ്ഡ് കേന്ദ്ര ഗവൺമെൻറ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ റെയ്ഡ് പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരായിട്ടുള്ള കടന്നാക്രമണത്തിൻ്റെ ഭാഗമാണെന്നും പ്രതിപക്ഷ നേതാക്കന്മാരെ കുരുക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന റെയ്ഡാണെന്നുമൊക്കെയുള്ള CPMൻ്റെ വാദം ശുദ്ധ അസംബന്ധമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് BJP ഗവൺമെൻറ് ഒരു സമരായുധമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആരും തർക്കവുമില്ല. എതിരാളികളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ കുരുക്കാനുള്ള ഒരു വലിയ ആയുധമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ BJP ഗവൺമെൻറ് ഉപയോഗിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച് ഒട്ടനവധി തവണ ഞാൻ തന്നെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ 4 മാസം ജയിലിൽ കിടക്കേണ്ടി വന്ന ആ ദുരന്തപൂർണ്ണമായിട്ടുള്ള ആ സംഭവം. അതിൻ്റെയൊക്കെ പുറകിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ്. ഒട്ടേറെ പ്രതിപക്ഷ നേതാക്കന്മാരെ കള്ളക്കേസിൽ കുരുക്കാനൊക്കെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നിരന്തരമായി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ കാര്യത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എടുത്തിട്ടുള്ള നിലപാട് ഈ പറഞ്ഞ മറ്റേ നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമാണെന്നും ഇതൊരു വലിയ കൊടിയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരു അന്വേഷണവും റെയ്ഡുമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, ഞാനൊരു 2-3 വർഷക്കാലമായി, എനിക്കൊന്ന് 2023 യഥാർത്ഥത്തിൽ മുമ്പ് മുതൽ തന്നെ ഞാൻ തുടങ്ങിയതാണ് ആ പോരാട്ടം. 2023 ഇൻ്ററിം ഇൻകം ടാക്സ് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് പിണറായി വിജയൻ്റെ മകൾ വാങ്ങിയ മാസപ്പടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നതിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെൻറ് പിണറായി വിജയനെയും മകളെയും രക്ഷിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളക്കളി സംബന്ധിച്ച് എനിക്കൊന്നൊരു 1.5 ഡസൻ വീഡിയോകളെങ്കിലും ഞാൻ കാര്യകാരണ സഹിതം ഞാൻ ചെയ്തിട്ടുണ്ട്. പിണറായി വിജയൻ്റെ മകൾക്കെതിരെ എന്തുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നില്ല എന്നുള്ള ചോദ്യം ഞാൻ നിരന്തരം ചോദിച്ചിട്ടുണ്ട്. SFIO അന്വേഷണം തകർക്കാൻ വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾക്കെതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ട ഈ കേസിൽ നടന്നിട്ടുള്ള കോടതി ഇടപെടലുകളെ ഞാൻ വിമർശിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കഴിഞ്ഞൊരു 2-3 വർഷക്കാലമായി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന
ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു പോരാട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവവികാസം നടന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. എന്താണ് ഈ കേസ് അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വ്യത്യസ്തമാണെന്ന് പറയാൻ കാര്യം? അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസിൽ വെറും ഊഹാപോഹങ്ങൾ മാത്രമാണെന്ന് പല കോടതികളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ട കേസിൽ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. 2016-17 മുതൽ 2019 വരെ വീണ വിജയൻ്റെ നേതൃത്വത്തിൽ നടന്ന എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനിക്കും കൊച്ചിയിലെ കരിമണൽ കർത്താവ് എന്ന് പറയുന്ന അയാൾ നടത്തുന്ന കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ഏതാണ്ട് 1,72,00,000 രൂപയുടെ മാസപ്പടി ഒരു സേവനവും ചെയ്യാതെ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള കണ്ടെത്തലുകളുടെയും അതിൻ്റെ രേഖകളുടെയും അതിൻ്റെ സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ നടന്ന കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസുമായിട്ടൊന്നും താരതമ്യം ചെയ്യാൻ നമുക്ക് കഴിയില്ല. അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസ് കെട്ടിപ്പൊക്കിയത് മുഴുവൻ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഇവിടെ അതല്ല. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് പറഞ്ഞ കമ്പനിയിൽ നടത്തിയ റെയ്ഡിൽ ഒരു സേവനവും ചെയ്യാതെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരു സേവനവും ചെയ്യാതെ ഈ എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനിയും അതിൻ്റെ ഉടമയായിട്ടുള്ള പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനും 1,72,00,000 രൂപ വാങ്ങിയെന്നതിൻ്റെ കൃത്യമായിട്ടുള്ള രേഖകൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കള്ളപ്പണ ഇടപാടുണ്ട് എന്ന് പറയുന്ന ആ വിഷയത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള തെളിവ്, അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം ഈ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റെയ്ഡ് നടന്നിട്ടുള്ളത്. അതിനെ ഒരു തരത്തിലും ഒരു CPM നേതാവിനും ന്യായീകരിക്കാൻ കഴിയില്ല. അവരുടെ ന്യായീകരണങ്ങളൊക്കെ സംബന്ധിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്, ഞാൻ അതിനകത്തേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇതിനെ മറ്റേ ED അന്വേഷണങ്ങളുമായിട്ടൊന്നും നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, ഈ അന്വേഷണം ഇപ്പോൾ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഈ കഴിഞ്ഞ ദിവസം മാസങ്ങൾക്ക് മുമ്പ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഒന്നിലധികം തവണ സ്റ്റേ ചെയ്ത കേരള ഹൈക്കോടതി ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ അന്വേഷണത്തിന് നിന്നുള്ള സ്റ്റേ എടുത്തു മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ പ്രഥമദൃഷ്ട്യാ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ളത് കൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഈ കേസിൽ അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോകാം എന്ന് ഹൈക്കോടതി പറഞ്ഞതിനെ തുടർന്നിട്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ അന്വേഷണം നടത്തുന്നത്. അപ്പോൾ കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഈ അന്വേഷണം, അത് എടിപിടി എന്നുള്ള അന്വേഷണമല്ല. നമ്മൾ ഓർത്ത് നോക്കണം, എങ്ങനെയൊക്കെ ഈ അന്വേഷണത്തെ തടയാൻ വേണ്ടിയിട്ട് വിജയനും മകളും ഒക്കെ കൂടെ ചേർന്ന് ശ്രമിച്ചിരുന്നു. നേരത്തെ ഞാൻ കേൾക്കുകയായിരുന്നു ഷോൺ ജോർജ് പറഞ്ഞ കാര്യം. കേരള ഹൈക്കോടതിയിൽ, ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ, ചെന്നൈ ഹൈക്കോടതിയിൽ, ഡൽഹി ഹൈക്കോടതിയിലൊക്കെ നിരന്തരം ഇത് തടയുന്നതിന് വേണ്ടി ഏതാണ്ട് 8ഓളം കേസാണ് ഈ 3 വർഷത്തിനുള്ളിൽ വിജയനും മകളും ഒക്കെ ചേർന്നിട്ട് ഈ കൊടുത്തിരുന്നത്, ഈ കരിമണ കർത്താവിൻ്റെ കമ്പനിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അതിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഹാജരാകുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള കപിൽ സിബൽ എന്നുള്ള വക്കീലാണ്. സിദ്ധാർത്ഥ് ലുത്ര എന്ന് പറഞ്ഞ വക്കീൽ ബാംഗ്ലൂരിൽ ഹാജരായി. അപ്പോൾ കേരള ഹൈക്കോടതിയിൽ ചെന്നു. കേരള ഹൈക്കോടതി അത് ആദ്യം തള്ളി. അതിനുശേഷം ബാംഗ്ലൂർ ഹൈക്കോടതി ചെന്നു. ബാംഗ്ലൂർ ഹൈക്കോടതി തള്ളി. ചെന്നൈ ഹൈക്കോടതിയിൽ തള്ളി. അതിനുശേഷം ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസ് 25 തവണയാണ് സുഹൃത്തുക്കളെ മാറ്റിവെച്ചിട്ടുള്ളത്. ജൂലൈയിൽ അതിൻ്റെ അന്തിമവാദം കേൾക്കും എന്നാണ് പറയുന്നത്. SFI അന്വേഷിച്ച് കുറ്റപത്രം എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്തു. അതിൽ 3-ാം പ്രതിയാണ് വീണ വിജയൻ. അവരെ ചോദ്യം ചെയ്യുന്നു, കേസിൽ മുന്നോട്ട് പോകുന്നതും തടയാൻ വേണ്ടിയിട്ടാണ് ഡൽഹി ഹൈക്കോടതിയിൽ കൊണ്ടുവന്നിട്ട് ഈ കേസ് കൊടുത്തത് നീട്ടിക്കൊണ്ടുപോകുന്നത്. അതിൽ നിർണായകമായിട്ടുള്ള ഒരു നടപടിയുമായി ബന്ധപ്പെട്ട് ആണ് ഇന്ന് ഈ റെയ്ഡ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പോരാട്ടത്തിൽ ഒരു നാഴികക്കല്ലാണെന്ന് നടന്നിരിക്കുന്ന ഈ സംഭവം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കൃത്യമായി കള്ളപ്പണം വെളുപ്പിച്ചതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഇതിൽ അന്തർലീനമാണ്. ഇതിലെല്ലാ തെളിവുകളും ഇപ്പോൾ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ മുന്നിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെയ്ഡുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
മുൻ മുഖ്യമന്ത്രി വിജയന്റെ മകൾ വീണ വിജയനെ അച്ഛൻ വിജയന്റെ നേതൃത്വത്തിൽ തന്നെ ഇപ്പം അവരിൽ നിന്ന് മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അന്വേഷണം മുന്നോട്ട് പോയാൽ ഒരു സംശയവും വേണ്ട, വിജയനും മകളും അഴിയെണ്ണും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ കേസ് ഈ വെറും 1,72,00,000 രൂപയുടെ മാത്രം ഒരു കേസാണ് എന്നാരും തെറ്റിദ്ധരിക്കരുത്. ഇതിൽ ചുരുങ്ങിയതൊരു 50-ലധികം കോടി രൂപയുടെയെങ്കിലും ഇടപാടുകൾ അടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരുമായി ഞാൻ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് വലിയ തോതിലുള്ളൊരു വമ്പൻ കള്ളപ്പണ വെളുപ്പിക്കൽ ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ കേസ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2023 ഈ കേസ് വന്നതിന് ശേഷം ഈ കേസ് അട്ടിമറിക്കാനും ഈ കേസ് മരവിപ്പിക്കാനും വിജയനും മകളും കൂടി ചേർന്നുകൊണ്ട് കഴിഞ്ഞ 3 വർഷം നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്ന ശ്രമങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അച്ഛൻ്റെ സാന്നിധ്യത്തിൽ മകൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഈ കേസ് ഗൗരവമായി മുന്നോട്ട് പോയാൽ, ഈ കേസ് ഗൗരവമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചാൽ സമീപകാല ഭാവിയിൽ തന്നെ മകളും അച്ഛനും, മകൾ മാത്രമല്ല മകളും അച്ഛനും കേസിൻ്റെ പരിധിയിൽ വരും എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ അവരഴിയണാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. ഇതിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ പേരുകളുണ്ടെന്നാണ് പറയുന്നത്. അത് സംബന്ധിച്ച് അവരുടെ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അവരവരുടെ പാർട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് മേടിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിജയനും മകളും വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ കരിമണൽ കർത്താവിൽ നിന്നും അല്ലാതെയുള്ളവരിൽ നിന്നുമൊക്കെ മേടിച്ച പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് അതീവ ഗുരുതരം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനെ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാർ, അധികാരത്തിലില്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാർ വാങ്ങിയ സംഭാവനയുമായി ഇതിനെ നമ്മൾ ചുരുക്കി കാണരുത്. വിജയനും മകളും ഈ എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനിയുടെ മറവിൽ നടത്തിയിട്ടുള്ള വമ്പൻ കള്ളപ്പണ ഇടപാടാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രക്സ് ഓഫ് ദ മാറ്റർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ഈ പറഞ്ഞ പോലെ ഒരു 3 വർഷക്കാലമെങ്കിലുമായി ഈ കേസ് അട്ടിമറിക്കാൻ വിജയൻ നടത്തിയിരുന്ന ശ്രമങ്ങൾ മുഴുവൻ അമ്പേ തകർന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇന്ന് വിജയൻ്റെ വീടിന് മുന്നിൽ യന്ത്രത്തോക്കുകളുമൊക്കെയായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുകാർ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ റെയ്ഡ്. ഞാനൊന്നുകൂടി അവസാനിക്കുന്നതിന് മുമ്പ് പറയട്ടെ, പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു ദിവസമാണിത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി, 2023 മുതലല്ല, അതിന് മുമ്പ് മുതൽ തന്നെ ഈ വിഷയത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വീഡിയോകൾ ചെയ്തിട്ടുള്ളതും ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ഈ വിഷയത്തിൽ വീണ വിജയനുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകന് ഞാനായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് എൻ്റെ പോരാട്ട ജീവിതത്തിലെ ഒരു മൈൽ സ്റ്റോൺ, ഒരു ദിശാസന്ധി, ഒരു വാട്ടർ ഷെഡാണ് ഇന്ന് പിണറായി വിജയൻ്റെ വിജയൻ എന്ന് വിളിക്കുന്ന പിണറായി വിജയൻ്റെ വീടുമൊക്കെയായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഈ റെയ്ഡ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്.